പാളിയോ? സുകുമാരൻ നായർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് NSS SNDP രണ്ട് പഠിക്കാം, ഇനി ഒന്നിച്ച് നിൽക്കണ്ട എന്ന് നായരേട്ടൻ അങ്ങ് തീരുമാനിച്ചു. അതായത് LDF നേതാക്കളൊക്കെ UDF ആശങ്ക പ്രകടിപ്പിച്ചു എന്നൊക്കെ സതീശൻ പറയുന്നു. അഭിപ്രായം പിന്നീടാകാം എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പക്ഷെ ഇതിൽ വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ട്. സുകുമാരൻ നായർക്ക് കഴിഞ്ഞ ദിവസം വരെ തുഷാർ മോനായിരുന്നു. വെള്ളാപ്പള്ളി പിന്നെ അച്ഛനാണെന്ന് പറയാത്തത് ഭാഗ്യം, കാരണം അതിന്റെ പ്രായം രണ്ടുപേരൊന്നില്ല, എന്നാലും സഹോദര തുല്യനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ തരത്തിലേക്കൊക്കെ ആയിരുന്നു. പൊടുന്നനെ ഒരു കാര്യമുണ്ട്, പൊടുന്നനെ ഇന്ന് തന്നെ ഇത് വരാൻ കാര്യമുണ്ട്. അത് തന്നെ ആദ്യം തൊട്ട് പറഞ്ഞു തുടങ്ങാം. പൊളിയായിരുന്നു നായർ ഈഴ ഐക്യം. നായർ ഈഴമാണോ? നസ്രാണി മുതലല്ല, നായാടി മുതൽ നസ്രാണി വരെയാണ്. ആ വരെയുള്ള ഐക്യം എന്ന് പറഞ്ഞ ആവേശഭരിതരായിരുന്നു. ഒരാൾ ആലപ്പുഴ ഇരുന്ന ആവേശം കൊണ്ടു, ഒരാൾ ചങ്ങനാശ്ശേരി ഇരുന്ന ആവേശം കൊണ്ടു. ഇപ്പം ചാനലുകാരൊക്കെ പറഞ്ഞു 9 ദിവസം മാത്രം പ്രായമായ ശിശുവാണ് ഈ ഐക്യമെന്ന്. വേറും പൊട്ടത്തരമെന്ന് ആലോചിച്ച് പറഞ്ഞു. എവിടെ 9 ദിവസമായി? ഒന്നും ആയിട്ടില്ല. അവിടെ നിന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പ്രപ്പോസൽ കൊടുത്താൽ കല്യാണമാകുമോ? എൻഗേജ്മെൻ്റ് ആയാൽ കല്യാണമാകുമോ? കല്യാണത്തിന് കല്യാണം വേണം. അതിന് കുറിമാനവുമായിട്ട് വരികയായിരുന്നു ആര്? തുഷാർ വെള്ളാപ്പള്ളി. തുഷാർ വെള്ളാപ്പള്ളിയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ എത്ര ദിവസം മുമ്പേ അറിഞ്ഞു? ഏതാണ്ട് 9 ദിവസം മുമ്പേ അറിഞ്ഞു, അല്ലെങ്കിൽ 8 ദിവസം മുമ്പേ നാട്ടുകാരെ മുഴുവൻ കൊട്ടി ഓടിച്ചറിയിച്ചേ, പെരുമ്പറ കൊട്ടി അറിയിച്ചു. അന്ന് ഈ സുകുമാരൻ നായർ എന്തുവാ പറഞ്ഞത്? ഈ സുകുമാരൻ നായരായ കുറച്ചൊക്കെ സത്യം വേണ്ടേ? പറഞ്ഞത് എന്തെന്നറിയാമോ? വരും, ഞാൻ സ്വീകരിക്കും, ഞാൻ മകനെ അയക്കുമെന്ന് ആലപ്പുഴ ഇരുന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു. അങ്ങോട്ട് അടുക്കുന്നില്ല, തമ്മിൽ കാണാൻ നാണം, ലജ്ജ. അതുകൊണ്ട് ഇങ്ങനെ കത്ത് വഴിയൊക്കെ ഇങ്ങനെയാണല്ലോ പണ്ടൊക്കെ പ്രേമലേഖനങ്ങൾ കത്തായിട്ടാണല്ലോ കൊടുത്തയക്കുന്നത്, ആൾ വഴി. അതിന് പറ്റിയ ആളാണ് കുട്ടപ്പൻ, പിന്നെ തുഷാർ വെള്ളാപ്പള്ളി. കത്തും കൊണ്ട് പോവാണ്. പുള്ളിയെയാണ് കത്ത് ഏൽപ്പിച്ചത്. ആ കത്തും കൊണ്ട് ചെല്ലുന്നതിന് മുമ്പേ സംഗതി തരികിടയായി. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു വിളി നായർക്ക്. എന്ത് വിളി? ഈ തുഷാർ വെള്ളാപ്പള്ളി അവൻ പാർട്ടിക്കാരനല്ലേ, BJP എന്ന്. പത്രമൊന്നും വായിക്കാറില്ലേ അവിടെ അത്യാവശ്യം? എന്തെന്ന് പറയുന്നത്? ഈ 9 ദിവസം മുമ്പേ അറിഞ്ഞ കാര്യം ഇപ്പം ഇന്ന് വരാൻ കാര്യം വേറെ ഉണ്ട്. എന്താ മനസ്സിലായോ? പത്മ അവാർഡ് കിട്ടി. ആർക്ക്? വെള്ളാപ്പള്ളിക്ക്. നായർക്കൊട്ട് കൊടുത്തുമില്ല. എനിക്കിത് അവർ കണിച്ചുകുളങ്ങര കൊണ്ടു കൊടുത്തു. കാണിച്ചില്ല, താൻ തോന്നിത്തം കണ്ടില്ല. എന്നാൽ അവൻ BJP-കാരനാണ്. അവൻ വരണ്ട, ഇത് വേണ്ട, ഇനി ഐക്യം വേണ്ട. പുള്ളി തുടങ്ങി മുഷിഞ്ഞു. എനിക്ക് തരാതെ അങ്ങേർക്ക് കൊണ്ട കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അത്? വീരകേസരി മന്നത്ത് പത്മനാഭൻ, ഭാരത കേസരി എന്നാണ് അറിയപ്പെടുന്നത്. ആ തട്ടക, മന്നത്ത്, എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല, പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. അദ്ദേഹത്തിന് രാഷ്ട്രം പത്മ അവാർഡ് കൊടുത്ത് ഒന്ന് ആദരിച്ച ദിവസം തന്നെ ഈ നിന്ദ കാണിക്കാൻ പാടില്ലായിരുന്നു. മര്യാദയ്ക്ക് ഒരു വാക്ക് പറയണം, അന്തസ്സ് കാണിക്കണമായിരുന്നു. മൂശേട്ട കാണിക്കാതെ, ചേട്ടാ നിങ്ങൾക്ക് ചേട്ടനാണോ അനിയനാണോ എന്തുവായാലും കൊള്ളാം, ഒരു പത്മ അവാർഡ് കിട്ടിയല്ലേ, വളരെ സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. ഒരു വാക്കെങ്കിലും പറയണ്ടേ? അങ്ങ് കിട്ടിയ എൻ്റെ കുശുമ്പെടുത്തുണ്ട്. മനസ്സിലായില്ല, കണ്ണുകടി എന്ന് പറയും. ഈ ചെവി കൂടെയുള്ളവരാ നല്ല നായന്മാരെന്നാ സുമാരേട്ടൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. ചെവിയിൽ മുടിയില്ലാത്തവര് നല്ല നായന്മാരല്ല. അതുകൊണ്ട് സുമാരേട്ടനെ ചെവി മുടിയുള്ള നായന്മാര് രമേശ് ചെന്നിത്തല പോലുള്ളവരെ പിടിക്കുള്ളൂ, വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ പിടിക്കും. കാരണം വെള്ളാപ്പള്ളി ഒന്ന് നായരല്ല, മറ്റേത് ചെവിയിൽ പൂടയില്ല. അതാണ് കാര്യം. ഡൽഹി നായർ എന്നൊക്കെ കാറ്റഗറൈസ് പുള്ളിയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ചെടികളുടെ ഒക്കെ ക്ലാസിഫിക്കേഷൻ നടത്തിയ ലിന്നേയസ് ആണ്. ടാക്സോണമി കൂടിയ നായരേത്, കൂടെ നിർത്താൻ പറ്റുന്ന നായരേത്, തള്ളിക്കളയാൻ പറ്റുന്ന നായരേത്, അങ്ങനെ നായരെ വിഭജിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് പുള്ളി എന്നാ പുള്ളിയുടെ വിചാരം. നായന്മാർ അങ്ങനെയല്ല, പുള്ളി പറയുന്നതോട്ട് നായന്മാർ കേൾക്കത്തുമില്ല, അത് വേറെ കാര്യം. പക്ഷെ സുമാരേട്ടൻ പറയുന്നത് പിന്നെ ഞാൻ പറയുന്നിടത്ത് നായർ നിൽക്കുമെന്നാണ്. അത് ഏത് നായന്മാരാണെന്ന് എനിക്ക്, അയാളെ വീട്ടിലുള്ളവർ പോലും അയാൾ പറയുന്നിടത്ത് നിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്താ പറയുന്നതെന്ന് അറിയാം. ഇപ്പൊ ഡയറക്ടർ ബോർഡ് കൂടി അങ്ങനെ തീരുമാനിച്ചെന്നാ ഇപ്പൊ പറയും. എന്ത് ഡയറക്ടർ ബോർഡ്? അപ്പനും ഞാനും സുമിത്രയും, ഇതാണ് ഡയറക്ടർ ബോർഡ്. അതുപോലെ ഞാനും എന്റെ ഭാര്യയും മോളും, ഇതാണ് ഡയറക്ടർ ബോർഡ്. നായരായിട്ട് ഇങ്ങനൊന്നും പറയല്ലേ കേട്ടോ. ചെറിയ കരയോത്തി അംഗമല്ലേ സാർ, നായരായതുകൊണ്ടാണ് പറയുന്നത്. തൻ്റെ ഇടം ഉള്ളത് പറയാനുള്ള തൻ്റെ ഇടം ഉള്ളത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡയറക്ടർ ബോഡി ആരെങ്കിലും ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു വാക്ക് ഇന്ന് വരെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞോളൂ. ചുമ്മാ ഡയറക്ടർ പുള്ളി പറയുന്നതിന് യെസുമൂളാനിരിക്കുന്നവരല്ലേ, അതിന് ഏറാമുള്ളാനിരിക്കുന്നവരാണ് ഈ ഡയറക്ടർ ബോർഡുള്ള മുഴുവൻ പേരും. കാര്യസാധ്യങ്ങൾ ഓരോന്നും അതിന്റെ പേര് നടത്താൻ വേണ്ടിയിട്ട് അല്ലേ? അത് തന്നെയാണ് ഈ ഡയറക്ടർ. അതാണ് ഈ NSSന്റെ വലിയ പ്രശ്നം. ആരെങ്കിലും മര്യാദയ്ക്കൊന്ന് പറയാം, അദ്ദേഹത്തിന് പത്മ അവാർഡ് കിട്ടിയതാണ്, രാജ്യം ആദരിച്ചതാണ്, ഒന്നും നിങ്ങൾ അഭിനന്ദിക്കൂ.
അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ കുശുമ്പും അസൂയൊക്കെ പുറത്ത് കാണിക്കൂ, ഒരു മര്യാദ, ഒരു സൊഫിസ്റ്റിക്കേഷൻ കാണിക്കൂ. ഇത്രയധികം കോളേജുകളല്ലേ, കോളേജുകൾ എന്തിനാ? നമ്മുടെ പെരുമാറ്റത്തിൽ സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുമില്ലാതെ ഇതെന്താ പരിപാടി? നായന്മാർക്ക് മുഴുവൻ നാണക്കേടല്ലേ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിച്ചു പോലും. സാർ, ഈ പണ്ട് വീട്ടിൽ തോട്ടിപ്പണിക്ക് വന്നവനെ അവിടത്തെ പിന്നെ ഗൃഹനാഥനായ അവൻ പഴയ തോട്ടിപ്പണി മടക്കുവോ? ഇല്ല, പറ്റിയ തോട്ടിപ്പണി. നായരുടെ ഭാഷയെ തറവാടിത്തെ ഭാഷത്തോട് സംസാരിക്കല്ലേ. തൊഴിലിനൊന്നും ഒരു തൊഴിലും മോശമല്ല. നമ്മളെ കൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ പറ്റുമോ? വഴികളിലിരിക്കുന്ന ചെരുപ്പ് കുത്തി അവന്റെ തൊഴിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആക്ഷേപിച്ച് അധിക്ഷേപിച്ചതല്ല. ഒരു തോട്ടുപണിക്കാരി വരുന്ന ഒരാള് അങ്ങനെ നാളെ ആ വീടിന്റെ ഗ്രഹസ്ഥനായി, പക്ഷെ അയാളെ തോട്ടിപ്പണി നടക്കൂല. നാളെ ഒരു ആവശ്യം അയാൾ ചെയ്യും. ഈ തോട്ടിപ്പണി എന്ന് പറയുന്ന സ്കാവഞ്ചേഴ്സ് ഓഫ് നേച്ചർ, അവരാണ് ലോകത്തിന് ഏറ്റവും വലിയ സേവനം. നമ്മൾ ആ ബോധം നമ്മൾ ഉൾക്കൊള്ളും. നമ്മൾ സുകുമാരൻ നായരെ പോലെ ആ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയാം, തീർച്ചയായിട്ടും പറയില്ലെന്നും അറിയാം. പക്ഷെ ആ വാക്കുകൾ അങ്ങനെ ആയിപ്പോയി. നമ്മളത് വളരെ ശ്രദ്ധിക്കണം. സുകുമാരൻ നായരെ പോലെ ആവാൻ പാടില്ല. നമ്മൾ ശരിയായിട്ടുള്ള നായന്മാരെ പോലെ ആവണം എന്ന് എന്നാണ് പറഞ്ഞത്. അയ്യോ, അപ്പൊ എന്തായാലും കൊള്ളാം ഈ സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഞാനിപ്പോ നായരാന്ന് ആരെയും അറിയിക്കാണ്ട് സതീശൻ എന്തെന്ന് പറഞ്ഞത്, സതീശന് ഇപ്പൊ ഒരു ആശ്വാസമായി. ഇവർ രണ്ടും കൂടെ കൂടി, രണ്ട് താപ്പാനുകളൂടെ കൂടി ആ സതീശൻ അവിടെ പൊട്ടുമായിരുന്നു. അതിൽ നിന്ന് ആശ്വാസം കിട്ടിയതിന്റെ ഞാൻ അവരുടെ കാര്യമൊന്നും പറയാൻ പോകുന്നില്ല. അവർ എന്തുവാന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം. പുള്ളി പറഞ്ഞ ഞാൻ പറഞ്ഞു തരാം. ഈ ഇപ്പൊ പത്രക്കാരെല്ലാം കൂടെ മൈക്കും കൂട്ടി എന്നപ്പോ അദ്ദേഹം പറഞ്ഞ അതിപ്പോ അവർ യോജിക്കണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കട്ടെ. പിന്നെ അല്ല ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. ഞാൻ അതിനകത്ത് ഈ അഭിപ്രായം ഒന്നും പറയത്തില്ല. ആന്റണി പറയും ഞാൻ അഭിപ്രായം ഒന്നും പറയത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞ് പിന്നെയും ഇത് തന്നെ പറയുന്നു. ഒരൊറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ജാതി സമുദായ നേതാക്കളുടെ തിണ്ണുറങ്ങാൻ ഞാനില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ പേടിയുണ്ട്. ഇപ്പം ധൈര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഈ ഐക്യം എന്ന് പറയുന്ന വർഗീയതയ്ക്കാണ് വേണ്ടിയായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞോ? പറയാൻ ധൈര്യമില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഈ ഐക്യത്തിന്റെ ശക്തി. അല്ല, ഇപ്പൊ സുകുമാരൻ നായരാണ് NSSന്റെ അവസാന വാക്കല്ലേ? സുകുമാരൻ നായർക്ക് ശേഷം NSS ഒലിച്ചൊന്നും പോവില്ലെന്ന് മാത്രമല്ല, ആവശ്യമില്ലാതെ ഈ സുകുമാരൻ നായരും കൂടെ ഞാൻ ഇപ്പൊ ഐക്യത്തിന് പോകണ്ടായിരുന്നു. ഐക്യത്തിന് പോയത് വർഗീയതയാണെന്നും പറഞ്ഞ ആൾക്കാരൊക്കെ കളിയാക്കി. മുസ്ലിങ്ങൾ അവരുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ എല്ലാ സംഘടനയിലും ഒറ്റക്കെട്ടായിട്ട് ഇവർ വരുന്നതിനെ, ഐക്യപ്പെടുന്നതിനെ എതിർത്തിട്ടുണ്ട്. അവരുടെ മുമ്പിലൊക്കെ നിങ്ങളെ കൊണ്ട് ഐക്യം എന്ന് പറയുന്ന സംഗതി നടക്കത്തില്ല. ഇപ്പൊ രണ്ടാമത്തെ തവണയായത് ഐക്യം പ്രായോഗികമല്ല. പല ലക്ഷ്യങ്ങളും ഉണ്ടല്ലോ, അത് നിറവേറ്റാൻ ഈ ഐക്യം പറ്റില്ലല്ലോ. ഉണ്ടിരുന്ന ആയർക്ക് ഒരു വിളി തോന്നി എന്ന് പറയുന്ന പോലെ ഇന്ന് ഉച്ചക്കെടുത്ത തീരുമാനമാണ്. നോക്കിക്കണം എന്ത് നാണക്കേട. നിങ്ങൾ എന്തിനാ ആദ്യം പിന്നെ അത് സമ്മതിച്ചത്? ഒരു നായർക്കായാൽ ഒരഭിപ്രായം ഉണ്ടാവും. എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? ഏത് നാടൻ ഭാഷയിലാണ് പറഞ്ഞത്, ഞാനത് പറയുന്നില്ല. പക്ഷേ ആ അഭിപ്രായം ഉണ്ടാവും. ഇങ്ങനെ നായന്മാരെ നാണക്കെടുത്തിക്കാൻ സുകുമാരൻ നായർ ആരാ? നായന്മാരുടെ അട്ടിപ്പയർ അവകാശം ഇല്ലെന്നുള്ളത് പറയും. നായന്മാരെ ഇങ്ങനെ നാണക്കെടുത്തിക്കരുത്. നാഴികയ്ക്ക് 40 വട്ടം തീരുമാനം മാറ്റരുത്. ഒരു നല്ല നായരുടെ ലക്ഷണം അല്ലാതെ. നായരുടെ ഗുണഗണങ്ങളുണ്ട്. മന്നത്ത് പത്മനാഭൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? എടുത്താൽ തീരുമാനം എടുത്തു, നടപ്പാക്കും, വിജയിപ്പിക്കും. ഇതാണ് തൻ്റെ ഇടത്തോടു കൂടി നിൽക്കും. പിന്നെ പുറകോട്ട് അങ്ങേപ്പുറത്ത് കിട്ടിയിരിക്കുന്ന ആളിനൊരു അവാർഡ് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പുരസ്കാരം കിട്ടിയില്ലെന്ന് മാറുന്ന അഭിപ്രായമല്ല സമുദായ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായം. തുഷാർ വെള്ളാപ്പള്ളി വരണ്ടായെങ്കിൽ ഒരു വാക്ക് ഇപ്പോഴാണെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, ചേട്ടാ അഭിനന്ദനങ്ങൾ കേട്ടോ, അവാർഡൊക്കെ കിട്ടിയതിന്. പക്ഷേ അയക്കേണ്ട തുഷാർ വെള്ളാപ്പള്ളിയല്ല, വേറെ ഏതെങ്കിലും ഒരു ദൂതൻ. SNDP മാത്രമായിട്ടുള്ള പാർട്ടി ഇല്ലാത്ത ഒരാളിനെ അയക്കണേ. ഞങ്ങൾ പാർട്ടിക്കാരെ ഇവിടെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അന്തസ്സായിട്ടത് പറഞ്ഞാൽ മതിയല്ലോ. അല്ല പത്രക്കാരുടെ ജാനലുകളുടെ പിന്നെ കൊടുക്കുന്ന ഒരു പ്രസ്താവന വഴിയാണിത് പറയേണ്ടത്, പത്രക്കുറിപ്പ് വഴിയാണിത് പറയേണ്ടത്. വളരെ നാണംകെട്ട പരിപാടിയായി, നാണംകെട്ട ഏർപ്പാട്. ഇനി ഒരു വിളിച്ചാൽ സുകുമാരൻ നായർ എന്തായിരിക്കും പറയുന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഇനി സുകുമാരൻ നായരെ ഇനി ഒരു വിളിച്ചാൽ വെള്ളാപ്പള്ളി എന്തായിരിക്കും പ്രതികരിക്കുന്നത്? പച്ചയ്ക്ക് പറയും, ഉടനെ തന്നെ പറയും. അത് കിട്ടാൻ കേരളത്തിലെ ഒരു ഭൂരിപക്ഷ നായന്മാരും ചോദിക്കും. അതെ, ഇതൊക്കെ ഒരു യോഗം. അതെ, ഇതൊക്കെ ഒരു യോഗം. ഇതൊക്കെ കിട്ടാനുള്ള ഒരു യോഗം. വെള്ളാപ്പള്ളിക്ക് അതിനുള്ള യോഗം കൊണ്ട് അദ്ദേഹം വാങ്ങി. എല്ലാ അഭിനന്ദനങ്ങളും വെള്ളാപ്പള്ളിക്ക്. മറ്റേത് സുകുമാരൻ നായരുടെ യോഗവും ഇപ്പൊ കിട്ടും. നോക്കിയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.